ഞങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ തമിഴാണ്. ശുദ്ധമായ തമിഴല്ലാതാനും തലയാളം എന്ന് വേണമെങ്കിൽ വിളിക്കാം. കുറച്ച് തമിഴും കുറേയേറെ മലയാളവും കലർന്ന ഒരു ഭാഷ. ഇതെന്തെന്നാൽ ഞങ്ങളുടെ പൂർവികം തമിഴ് ദേശത്താണ്. വി ആർ ഇമിഗ്രൻസ് ടു കേരള. തലമുറകൾക്ക് മുന്നേ ഏതോ ഒരു അപ്പൂപ്പൻ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ കേരളത്തിൽ വന്ന് പാർത്തു. അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഞങ്ങളുടെ ജീവിത രീതിയിൽ കാണാം. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിമൈൻഡർ ഓഫ് അവർ തമിഴ് ഹെറിറ്റേജ് ഇസ് ആർ കുലദേവത. ഞങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ശുഭകർമ്മങ്ങൾ നടത്തുന്നതിന് മുന്നേ ഞങ്ങളുടെ കുലദേവതയെ പോയി തൊഴുത് ആശീർവാദം വാങ്ങുന്ന ചടങ്ങ് ഇപ്പോഴും തുടരുന്നു. എൻ്റെ കല്യാണത്തിന് മുന്നേ എൻ്റെ കുലദൈവം എൻ്റെ അച്ഛൻ്റെ കുടുംബദേവിയായ കോയമ്പത്തൂരിൽ വസിക്കുന്ന കോന്നിയമ്മൻ എന്ന ഭഗവതിയായിരുന്നു. ഇന്നലെ ഹരീഷും ഞാനും ദേവിയെ കാണാൻ പോയി. കോന്നിയമ്മൻ കോയമ്പത്തൂർ പട്ടണത്തിൻ്റെ ഗാർഡിയൻ ഡൈറ്റിയാണ്. എന്ന് വെച്ചാൽ കോവൈ കാവൽ ദേവതയാണ്. കോന്നിയമ്മൻ പാർവതി ദേവിയുടെ ഒരു ഭാവമായിട്ടാണ് പൂജിക്കപ്പെടുന്നത്. ആദിപരാശക്തി. എൻ്റെ ചെറുപ്പത്തിൽ ഇതൊരു ചെറിയ അമ്പലമായിരുന്നു. ഗംഭീര രാജഗോപുരം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കോവിലിൻ്റെ ആദ്യത്തെ പ്രഹാരത്തിൽ വലതുവശത്ത് ഒരു ആൽത്തറയിൽ ഗണപതി ഭഗവാന്റെയും സർപ്പത്തിൻ്റെയും പ്രതിഷ്ഠയുണ്ട്. പിന്നെ ഒരു ഉപ്പിൻ്റെ കുമ്പാരം കണ്ടു. ഇതെന്തിനാ എന്ന് ചോദിച്ചപ്പോൾ ഉപ്പ് ഇവിടെ സമർപ്പിച്ചാൽ എല്ലാ സങ്കടങ്ങളും ഉപ്പിനെ പോലെ കരഞ്ഞു പോകും എന്നാണ് വിശ്വാസം എന്ന് പറഞ്ഞു. ഞാനും ഒരു പാക്കറ്റ് ഉപ്പ് ഇവിടെ സമർപ്പിച്ചു. മൂലവിഗ്രഹം തൊഴുത് പുറത്തു വന്നാൽ ഒരു ഗംഭീരമായ വിനായകരും പിന്നെ വള്ളി ദേവസേന സമേത സുബ്രഹ്മണ്യ സ്വാമിയും ആദി കോന്നിയമ്മൻ സന്നിധിയും കുട്ടികളുണ്ടാകാൻ വേണ്ടി നിറയെ തൊട്ടിൽ കെട്ടിയ ഒരു മരവും ആൻഡ് വളരെ ലോഭമായി കാണുന്ന ദമ്പതികളായി അനുഗ്രഹം ചൊരിയുന്ന നവഗ്രഹ പ്രതിഷ്ഠയും കാണാം. ഇതാണ് എൻ്റെ പൂർവികർ ഭജിച്ചിരുന്ന കോന്നിയമ്മൻ തിരുക്കോയിൽ. എൻ്റെ അമ്മ. കല്യാണം കഴിഞ്ഞ് ഞാൻ വേറെ കുടുംബത്തിൽ ചെന്നാലും എൻ്റെ അമ്മ തന്നെയല്ലേ. എന്നെ എപ്പോഴും കാക്കുന്ന, എൻ്റെ വഴി തെറ്റാണ്ട് മുന്നിൽ നടക്കുന്ന ആദിപരാശക്തി ഭഗവതി ലോകമാതാവേ.